ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് ജപ്തി ചെയ്യപ്പെട്ടത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തുടർന്നും കുടുംബാംഗങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. വായ്പയ്ക്കായി ഈടുവെച്ച ഭൂമി വിൽപ്പന നടത്തിയ വിജയകുമാരൻ നായരാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ. കേരള ബാങ്കിനോട് ഇന്നലെ അതിൻ്റേതായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറും കേസ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അത് പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലൊരു തീരുമാനമാണ് ഇന്നലെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ലൈഫ് മിഷൻ്റെ ആൾക്കാരെ നമ്മൾ എവിക്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വരുന്ന 12 സെൻറ്റ് വസ്തു അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കേരള ബാങ്കിൻ്റെ ഒരു കടം തീർക്കാം എന്നുള്ള രീതിയിലൊരു സജഷൻ അവരുടെ ബോർഡിലേക്ക് വെക്കുക എന്നുള്ളൊരു തീരുമാനം ഇന്നലെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. വില്ലേജ് രേഖകളും വായ്പ സംബന്ധിച്ച രേഖകളും യോഗത്തിൽ വിശദമായി പരിശോധിച്ചു. 2017 മാർച്ച് മാസത്തിലാണ് വിജയകുമാരൻ നായർ 15 സെന്റ് ഭൂമി ഈടുവെച്ച് 3 ലക്ഷം രൂപ വായ്പ നേടിയത്. 1 രൂപ പോലും തിരിച്ചടച്ചില്ല. 2 മാസങ്ങൾക്ക് ശേഷം ഇതിൽ 3 സെന്റ് ഭൂമി 3 ലക്ഷം രൂപയ്ക്ക് പ്രഹ്ലാദന് വിൽക്കുകയും ചെയ്തു. ഈ ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചാണ് പ്രഹ്ലാദൻ ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്താവായത്. വായ്പയ്ക്ക് ഈടുവെച്ച ഭൂമിയുടെ വിശദാംശങ്ങൾ ബാങ്ക് അധികൃതർ യഥാസമയം റവന്യൂ വകുപ്പിൽ അറിയിച്ചിരുന്നില്ല എന്നാണ് സൂചന. അതേസമയം ഭൂമിയുടെ ആധാരം ബാങ്കിൽ ഈടുവെച്ചിരിക്കെ അതിൽ 3 സെന്റ് സ്ഥലം എങ്ങനെ കൈമാറി എന്നത് ദുരൂഹമാണ്. മാത്രവുമല്ല, ഈ ഭൂമിയിൽ എങ്ങനെ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചു എന്നതിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.